ജോ ബൈഡന്റെ ഭരണകാലത്ത് ഉക്രൈന് അമേരിക്ക നൽകിയ മില്യൺ കണക്കിന് ഡോളറുകൾ അമേരിക്ക പിടിച്ചെടുക്കാൻ ഒരുങ്ങുന്നത് ഉക്രൈന്റെ നിർണായകമായ ധാതു സമ്പത്തുകൾ കൈവശപ്പെടുത്തിക്കൊണ്ടാണ്. ഇതു സംബന്ധിച്ച രേഖകളിൽ ഇന്ന് വെള്ളിയാഴ്ച ട്രംപും സെലൻസ്കിയും ഒപ്പുവെക്കാൻ പോവുകയാണ്. സെലൻസ്കിയെയും ഉക്രൈനെയും സംബന്ധിച്ചിടത്തോളം അതീവമായ നിർബന്ധിതാവസ്ഥയിലാണ് സെലൻസ്കിയുടെ ഈ ഒപ്പുവെക്കൽ. ഒരുപക്ഷെ സെലൻസ്കിയുടെ പതനത്തിന് വരെ വഴിവെക്കാവുന്ന സംഭവമായിരിക്കാം ഇതു സംബന്ധിച്ച ഒപ്പുവെക്കൽ എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാട്ടുന്നത്. തത്വത്തിൽ സെലൻസ്കിയും ഉക്രൈനും ഊരാക്കുടുക്കിൽപ്പെട്ട മട്ടാണ്. ബൈഡനോടുള്ള പ്രതികാരം എന്നതിനപ്പുറം അമേരിക്കയ്ക്ക് ഒരേ സമയം വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് റഷ്യക്കൊപ്പം എന്ന് തോന്നിപ്പിക്കുമെങ്കിലും തത്വത്തിൽ അത് റഷ്യക്കെതിരെയാണ്. നാറ്റോ സൈന്യത്തിന് പകരം അമേരിക്കൻ സൈന്യം തന്നെ ഭാവിയിൽ ഉക്രൈനിൽ കാലുകുത്താനുള്ള സാധ്യതകൾ തെളിയിക്കുന്നതാണ് ഈ ഒപ്പുവയ്ക്കൽ. രണ്ടാമത്തേത് ഉക്രൈന്റെ നിർണായകമായ ഭൂമി കൈവശപ്പെടുത്തുക എന്നതുമാണ്. 2022 ഫെബ്രുവരിയിൽ സമ്പൂർണ്ണ അധിനിവേശം ആരംഭിച്ച റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈനിലേക്ക് അയച്ച സഹായം തിരിച്ചുപിടിക്കാൻ US നികുതിദായകരെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പറഞ്ഞ കരാറിന്റെ പ്രാഥമിക നിബന്ധനകൾ സെലൻസ്കി ഇതിനകം തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. കരാർ ഒപ്പിട്ട ശേഷം റിസോഴ്സുകൾ എങ്ങനെ വിനിയോഗിക്കും എന്നത് നിർണ്ണയിക്കാൻ രണ്ട് കക്ഷികളും ഒരു പുനർനിർമ്മാണ നിക്ഷേപ ഫണ്ടിനെ കുറിച്ചുള്ള ചർച്ചകളും ആരംഭിക്കും. പ്രധാനമായും കരാറിലെ ഡീൽ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഉക്രൈനിലെ അപൂർവ ഭൂമിയിൽ നിന്നും നിർണായക ധാതുക്കളുടെ കരുതൽ ശേഖരത്തിൽ നിന്നും അതിൽ എണ്ണ വാതക മേഖലകളിൽ നിന്നുമുള്ള ഭാവി വരുമാനം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. US-ഉം ഉക്രൈനും ചേർന്നാണ് ഇവ നടത്തുക. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് ഈ കണക്ക് ഏകദേശം $183 ബില്യൺ എന്നാണ് അവകാശപ്പെടുന്നത്. അതിൽ ഉക്രൈന്റെ പ്രതിരോധ സ്റ്റോക്കുകൾ നിറക്കുന്നതിനുള്ള ചെലവുകളും ഉൾപ്പെടുന്നു എന്നതും വ്യത്യസ്തമാണ്. ഉക്രൈനിൽ ധാരാളം തരത്തിലുള്ള ധാതു സമ്പത്തുകളുണ്ട്. അവ എന്തൊക്കെയാണ്? ഉക്രൈന്റെ സാമ്പത്തിക മന്ത്രാലയത്തിൽ നിന്നുള്ള കണക്കുകൾ പ്രകാരം യൂറോപ്യൻ യൂണിയൻ നിർണായകം എന്ന് തരംതിരിക്കുന്ന 34 ധാതുക്കളിൽ 22 എണ്ണവും രാജ്യത്ത് നിക്ഷേപിച്ചിട്ടുണ്ട്. ലാന്തനം, സെറിയം, നിയോൺഡേമിയം എന്നിവ ഉൾപ്പെടെ ഇലക്ട്രോണിക്സ്, പ്രതിരോധം, എയറോസ്പേസ്, പുനരുപയോഗ ഊർജം എന്നിവയിലെ ഹൈടെക് ആപ്ലിക്കേഷനുകൾക്ക് ആവശ്യമായ 17 ലോഹധാതുക്കളുടെ ഒരു ഗ്രൂപ്പായ അപൂർവ ഭൂമി മൂലകങ്ങളുടെ റീസ് കരുതൽ ഉക്രൈനിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ റഷ്യൻ ഭാഷാ വാർത്താ സേവനം അനുസരിച്ച് 2022 കണക്കനുസരിച്ച് ആഗോള വിതരണത്തിന്റെ ഏകദേശം 5% ഉക്രൈനിൽ തന്നെയുണ്ട് എന്നാണ് നിർണായകമായിട്ടുള്ള ധാതു ശേഖരണത്തിലെ വിവരങ്ങൾ. വിലയേറിയതും അല്ലാത്തതുമായ ലോഹങ്ങൾ, ഫെറോ അലോയ്കൾ, ടൈറ്റാനിയം, സിർക്കോണിയം, ഗ്രാഫൈറ്റ്, ലിഥിയം തുടങ്ങിയ ധാതുക്കളുടെയും ഇതിൻ്റെ നിർണായക ധാതുക്കളെല്ലാം ഇതിൻ്റെ നിർണായകമായ സ്ഥലങ്ങളിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ടൈറ്റാനിയത്തിൻ്റെ ആഗോള ഉൽപാദനത്തിൻ്റെ 7% ഈ ഉക്രൈനിലാണ്. ഇതിൻ്റെ ലിഥിയം കരുതൽ ശേഖരം വലിയ തോതിൽ ഉപയോഗിക്കാത്തതും യൂറോപ്പിലെ ഏറ്റവും വലിയ ഒന്നുമായി ഉക്രൈനിലെ ഈ ഭൂമി കണക്കാക്കപ്പെടുന്നുണ്ട്. ഏകദേശം 5 ലക്ഷം ടൺ 2022 റഷ്യൻ അധിനിവേശത്തിന് മുൻപ് ബെൽഗ്രേഡിലും ന്യൂയോർക്കിലും രജിസ്റ്റർ ചെയ്ത പബ്ലിക് പോളിസി തിങ്ക് ടാങ്കായ സെന്റർ ഫോർ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് നെസ്റ്റേറ്റബിൾ ഡെവലപ്മെന്റ് അഥവാ CIRSD പ്രകാരം ഉക്രൈനിൽ 20,000-ഓളം ധാതു നിക്ഷേപങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയിൽ 8,700 എണ്ണം തെളിയിക്കപ്പെട്ടതാണ്, ബാക്കിയെല്ലാം കണ്ടെത്താനുള്ളതാണ്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 120 ലോഹങ്ങളിൽ 117 എണ്ണവും ഇവിടെ തന്നെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. കൽക്കരി, വാതകം, ഇരുമ്പ്, മാഗ്നറ്റീസ്, നിക്കൽ, അയിര്, ടൈറ്റാനിയം, യുറേനിയം എന്നിവയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വീണ്ടെടുക്കാവുന്ന ചില നിക്ഷേപങ്ങളും ഉക്രൈനിൽ തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ ധാതുക്കളിൽ ഭൂരിഭാഗവും ലുഹാൻസ്ക്, ഡോണൈറ്റ്സ്, സ്പാൻഷ്യസിയ, ഡിനി പ്രോട്രേബ്സ്ക്, കൊറോവോസ് ഹ്രാഡ്, പോൾട്ടാവ, കാർക്കീവ്സ് എന്നിവിടങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ലുഹാൻസ്ക്, ഡോണാസ്ക്, സപ്പോരിഷ്യ എന്നിവയുടെ വലിയ ഭാഗങ്ങൾ ഉൾപ്പെടെ ഉക്രൈനിന്റെ ഏകദേശം 20%-ഓളവും ഇത്തരത്തിലുള്ള ഭൂമി നിയന്ത്രിക്കുന്നത് റഷ്യയാണത്രേ. ഉക്രൈനിലെ ലോഹവിഭവങ്ങളുടെ 40%-ഓളവും കൈവശം വെച്ചിരിക്കുന്നതായി ഉക്രൈനിലെ തിങ്ക് ടാങ്കായ റീബിൽഡ് ഉക്രൈനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസും കണക്കാക്കിയതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപൂർവ ഭൂമി മൂലകങ്ങളുടെ ഒരു പ്രധാന ഭാഗം
ഡൊണറ്റ്സ്, ലുഹാൻസ്ക് മേഖലകളിൽ സ്ഥിതി ചെയ്യുന്നതായി ഉക്രൈനും പറയുന്നുണ്ട്. ഉക്രൈനിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപങ്ങളിൽ ഒന്നായ ലിഥിയം ഓറസിന്റെ ഷെവ്ചെങ്കോ ഫീൽഡ് ഡൊണറ്റ്സിലെ ഒരു ഗ്രാമീണ വാസസ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നും ഈ ഗ്രാമം പോലും പുനർനിർമ്മിക്കുന്ന രീതിയിലേക്കാണ് അമേരിക്ക പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നത് എന്നതുമാണ് പറയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായിരുന്നാലും അമേരിക്കയുടെ ഉക്രൈനിലേക്കുള്ള ഈ കാൽവെപ്പ് അല്ലെങ്കിൽ ബൈഡൻ ഇത്തരത്തിലുള്ളൊരു നടപടി തുടങ്ങി വെച്ചത് പോലും അമേരിക്കക്ക് അനുകൂലമാക്കാൻ ഇപ്പോൾ അവർക്ക് സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ ലിഥിയം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ ഏറ്റെടുക്കാനോ ഭൂമി സംരക്ഷിക്കുവാനോ അമേരിക്ക ഉക്രൈനിൽ കാലുകുത്തുകയാണെങ്കിൽ ആ കാലുകുത്തൽ എങ്ങനെയാണ് എന്നതാണ്. നാറ്റോയെ ഒഴിവാക്കി അമേരിക്ക നേരിട്ട് തന്നെ ഉക്രൈനിലേക്ക് രംഗപ്രവേശനം ചെയ്യുമ്പോൾ റഷ്യ എന്തായിരിക്കും അവിടെ നടപടി സ്വീകരിക്കുക എന്നതും നമ്മൾ ആകാംക്ഷയോട് കൂടി കാണേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഡീലിനെ റഷ്യ അത്യപൂർവം സൂക്ഷ്മതയോടെ അല്ലാതെ നോക്കിക്കാണില്ല. തത്വത്തിൽ ബൈഡന്റെ വാക്ക് കേട്ട് യുദ്ധത്തിനിറങ്ങിയ ഉക്രൈന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഒരു പാഠമാണ്. ഏത് മിത്രത്തെയും അന്ധമായി വിശ്വസിക്കാൻ പാടില്ല എന്ന കൃത്യമായ പാഠം. Waytonikah.com, the exclusive Muslim matrimonial site.